സെൽഫ് ഡിഫെൻസിൻ്റെ ടെക്നിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴുത്തിലിടുന്ന ലോക്കും അതിൽ നിന്ന് എങ്ങനെ കഴിച്ചിലാവാന്നുള്ളതാണ്. സാധാരണ ഒരു നോർമൽ ഗതിയിൽ ഒന്നും പഠിക്കാത്ത അല്ലെങ്കിൽ മാർഷൽ ആർട്സുമായി കണക്റ്റഡ് അല്ലാത്ത ഒരാളിടുന്ന സിസ്റ്റത്തിലല്ല, ഒരു പ്രോ ആയിട്ട് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾ എങ്ങനെയാണ് കഴുത്തിൽ ലോക്ക് ഇടുക, അങ്ങനെ ആ ലോക്ക് വരിക എന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലിയർ ആക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ലോക്ക് ഇടലാണ്. ഓപ്പണറിൻ്റെ ഇവിടെ റെഡിയാണ്. ലോക്ക് ഇട്ടതിന് ശേഷം പിന്നെ അതിൽ നിന്ന് എങ്ങനെ ഒഴിവാകാമെന്ന് നോക്കി വെക്കാം. ഓക്കെ, നമ്മളെ വലത് കൈ ക്യാമറയ്ക്ക് കാണാൻ ഏറ്റവും എളുപ്പത്തിന് വലത് കൈ ഞാൻ ഓപ്പണറിൻ്റെ നെക്കിൽ കഴുത്തിൽ കുടുക്കിക്കൊണ്ടെടുത്തു. ഈ കഴുത്തിൽ കുടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ കൈയിൻ്റെ ഫോറാമിൽ വരുന്ന ബോൺസ് ഉണ്ട്. ഈ ബോൺസാണ് ഏറ്റവും ബെസ്റ്റിൽ കൂടുതൽ എഫക്റ്റ് കിട്ടാൻ ആദം സാപ്പ്. ഈ സാധനത്തിലാണ് നമ്മൾ ടൈറ്റ് ആക്കുന്നത്. അപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് വലിക്കുക ഇതിൻ്റെ ബോഡിക്ക്. അതേമാതിരി തന്നെ ഓപ്പോസിറ്റ് കൈ, ഈ കൈ വെക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് കൈൻ്റെ ബൈസിലാണ്. ഓക്കെ, ഇതിൻ്റെ ഈ ബൈസിൽ പ്ലേസ് ചെയ്താൽ പിന്നെ ഈ കൈ മടക്കിയിട്ട് ഓപ്പണൻറ്റിൻ്റെ മണ്ടയിൽ വെക്കുക. മണ്ടയിൽ വെച്ചിട്ട് ഈ മണ്ടയിൽ വെച്ച് കൈ കൊണ്ട് ഫ്രണ്ടിക്കും, നമ്മൾ ഫസ്റ്റ് വെച്ച് കൈ കൊണ്ട് ബാക്ക്, ഇങ്ങനെയാണ് വരിക. ഈ രണ്ട് പുഷ്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, ഇതും കൂടെ വരുമ്പോൾ ഓപ്പണൻറ്റിൻ്റെ പെയിൻ എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ റിയാക്ഷൻ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ലോക്ക്. നമ്മൾ സൈഡ് വൈസിൽ കണ്ട ടെക്നിക്ക്, സെയിം ടെക്നിക്ക് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കി നോക്കാം. ഓക്കെ, ഓപ്പണൻ്റ് ഇതാ. ഫസ്റ്റ് ഞാൻ എൻ്റെ വലത് കൈ എൻ്റെ കഴുത്തിൽ കൊടുത്തു, കൈൻ്റെ ബൈസിൽ പ്ലേസ് ചെയ്തു, ബാക്കിൽ നമ്മുടെ തലയുടെ ബാക്കിൽ ഓപ്പോസിറ്റ് കൈ വെച്ചു. പിന്നെ നമ്മൾ ടൈറ്റ് ആക്കണം. ഓപ്പണൻറ്റ് ലാസ്റ്റ് കണ്ട കുറ ഈ എയറിൻ്റെ സർക്കുലേഷൻ നിൽക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഓക്സിജൻ കട്ടാക്കുമ്പോൾ ബ്രെയിനിലെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കില്ല. പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ആൾ പെട്ടെന്ന് ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ MMA ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആളെ ലോക്ക് ഇട്ടിട്ട് ആളുകൾ ടാപ്പ് ചെയ്യുന്നത്. ഈ ടാപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീപ്പ് ആവും. സ്ലീപ്പ് ആവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് നേരത്തേക്ക് നമ്മളെ ബോഡി ആൻഡ് മൈൻഡ് എന്താവും, ഷട്ട് ഡൗൺ ആവും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റിയാക്ഷനാണ് നമ്മൾ ഓപ്പണിൽ കണ്ട ഈ കുര. അപ്പോൾ നമ്മൾ ഇടുന്നതിനനുസരിച്ച്, നമ്മൾ ഇടുന്ന സ്ട്രോങ്ങിനനുസരിച്ച്, ലോക്കിൻ്റെ പെർഫെക്ഷനനുസരിച്ചിട്ട് ഓപ്പണൻറ്റിൽ ഉണ്ടാക്കേണ്ട റിസൾട്ടിൻ്റെ ആഘാതം കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ കാണിച്ച സെയിം ലോക്ക് പിന്നെ ഓപ്പണൻ്റ് ഇട്ടിരിക്കുകയാണ്. ഒരു ഓപ്പണൻ്റെ ഓപ്പോസിറ്റ് ഒരു കൈ ഇവിടുന്ന് എൻ്റെ ആദംസ് കഴുത്തിൽ ടൈറ്റ് ആക്കിയിട്ടുണ്ട്, മറ്റേ കൈ കൊണ്ട് എൻ്റെ തലൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലോക്ക് നമുക്കാണ് വരണമെന്നുണ്ടെങ്കിൽ, നമ്മളാണ് അതിൻ്റെ വരാന്നുണ്ടെങ്കിൽ ഇതിന് എങ്ങനെ കേസിലാവാൻ നോക്കിയത്. ഇത് സിമ്പിളാണ്. നമ്മളെ ബോഡിയുടെ മൂവ്മെൻറ്റ്സ് മാത്രം വെച്ചുകൊണ്ട് ബോഡി തിരിച്ചിട്ട് പിന്നെ നമ്മളെ ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഓപ്പണൻറ്റിൻ്റെ ഫേസ് അല്ലെങ്കിൽ താട, മൂക്ക്, കണ്ണ്, ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് പുഷ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്പണൻറ്റ് ഇതിൽ ശ്രദ്ധ വിടും. ഓപ്പണൻറ്റിൻ്റെ പെയിനും കൂടെ വരുമ്പോൾ ഈസി ആയിട്ട് ലോക്ക് പൊട്ടിക്കാൻ കഴിയും. ഇതേ സംഭവം നമുക്കൊന്ന് സ്ലോ ആയിട്ട് പതുക്കെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കുക. ഇതാ സെയിം നമുക്കിത് ഓപ്പണൻറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ലോക്ക് ഇട്ടാൽ ഇനി നെക്സ്റ്റ് ഇപ്പോൾ ടൈറ്റ് ആണ്. ഈ ടൈറ്റ് വരുന്ന ടൈമിൽ തന്നെ നമ്മൾ കാലിൻ്റെ മൂവ്മെൻറ്റ്സും ബോഡിയുടെ മൂവ്മെൻറ്റ്സും ഒരേ സമയത്ത് ചെയ്ത് പോകാം. കാല് നമ്മൾ ഇങ്ങോട്ട് വെച്ചു, അപ്പോൾ ഓപ്പണൻ്റ് ഇവിടെ ടൈറ്റ് ആക്കിയാൽ നമുക്ക് പിന്നെ കൂടുതൽ ഇങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ സെയിം ഒരു തോ മുതൽ ഹെഡ് വരെയുള്ള മൂവ്മെൻറ്റ് അറ്റ് എ ടൈമിൽ പെട്ടെന്ന് സ്പീഡ് ആകുമ്പോൾ ഓപ്പണൻ്റ് ചിന്തിക്കാതെ അടുത്ത മൂവ്മെൻറ്റിനോ അല്ലെങ്കിൽ നമ്മളിവിടെ കൂടുതൽ ടൈറ്റ് ആക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഒറ്റ അടിക്ക് പരിപാടി കഴിക്കാന്നുള്ളത്. പിന്നെ എന്ത് ടെക്നിക്ക് എന്ത് ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഒഴിവാകുമ്പോഴും മാക്സിമം സ്പീഡാക്കാം. അപ്പോൾ അത് ഓപ്പണൻറ്റിൻ്റെ ശ്രദ്ധ പെട്ടെന്ന് തെറ്റും. ആ തെറ്റുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് നമ്മൾ ഈ ലോക്കിൽ ഒഴിവാക്കുക. ഇത് നല്ല ഏത് ലോക്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒറ്റയടിക്ക് പെട്ടെന്ന് കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നതിന് പകരം അറ്റ ടൈം സെയിം ഒറ്റ മൂവ്മെൻറ്റിൽ ലോക്ക് ടൈറ്റ് ആയി ഇങ്ങനെ ടൈറ്റ് വന്നാൽ പെട്ടെന്ന് മാറും. ഇതിൻ്റെ കംപ്ലീറ്റ് ബോഡി മാറി പിന്നെ വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് കൈയാണ്. ഈ കൈയോണ്ട് നമുക്ക് ഇങ്ങോട്ട് പുഷ് ചെയ്ത് ടാസ്ക്കാണ് ഇതിവിടെ ടൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കൈകൊണ്ട് ഇവിടെ ഓപ്പണൻറ്റിൻ്റെ ഫേസിൽ വെക്കുക, അല്ലെങ്കിൽ താഴെ വെച്ചിട്ട് പിന്നെ ഇത് വെച്ചാണ് ഇങ്ങോട്ട് ഉണ്ടാവും. ഇത് ഒന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പണൻറ്റിൻ്റെ ഇതിൻ്റെ കൈയിലാണ്. ഓക്കെ, ഈസി ആയിട്ട് ഓപ്പണൻറ്റ് നിലവിൽ ഇതിൻ്റെ കൈ. അപ്പോൾ ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഓപ്പണൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റാൻ പറ്റും. ഇതാണ് ടെക്നിക്ക്.
ഈസിയാണ്. ബോഡിയുടെ മൂവ്മെൻറ്റ്സ് മെയ്വഴക്കത്തിൻ്റെ ചില വർക്കൗട്ടുകൾ ചെയ്താൽ നമുക്കിത് ഒന്നും കൂടെ എളുപ്പമാവും, ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാവും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനിയും ഇതുപോലെ ടെക്നിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.